ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. IPL ശേഷം നടക്കുന്ന ഇംഗ്ലണ്ട് സീരീസിന് മുന്നേ തന്നെ വിരമിക്കാൻ കോഹ്ലി താല്പര്യപ്പെടുന്നതായിട്ടാണ് സൂചന. എന്നാൽ ആ തീരുമാനത്തിൽ നിന്ന് കോഹ്ലിയെ പിന്തിരിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ BCCI നടത്തുന്നുണ്ട്. വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മെയ് 23 ഇംഗ്ലണ്ട് സീരീസിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. രോഹിത് ശർമ്മ ഈ അടുത്ത് വിരമിച്ചതിനാൽ പുതിയ ക്യാപ്റ്റനെയും ഉടൻ തന്നെ ഇന്ത്യക്ക് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിലാണ് വിരാട് കോഹ്ലിയും വിരമിക്കലിനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചത്. എന്നാൽ കോഹ്ലി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗറിനെ BCCI നിയോഗിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ ടീമിനെ പ്രഖ്യാപിക്കുന്ന ഡേറ്റിന് മുൻപ് തന്നെ കോഹ്ലിയുമായിട്ട് ചർച്ച നടത്തിയിട്ട് അനുകൂലമായ ഒരു തീരുമാനം നേടിയെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BCCI. ഇന്ത്യൻ ടീമിന്റെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാണ് വിരാട് കോഹ്ലി. വിരാടിന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ 123 ടെസ്റ്റുകളിൽ നിന്ന് 46.85 ശരാശരിയിൽ 9230 റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോൾ ആ ഒരു എലീറ്റ് ലാൻഡ്മാർക്കായ 10,000 റണ്ണിന് വെറും 770 റൺസ് അകലെ മാത്രമാണ് വിരാട് കോഹ്ലി. അപ്പോൾ അതിനിടയിലാണ് വിരാട് ഇങ്ങനെ വിരമിക്കാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത്. വിരാടിന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റിൽ ഇപ്പോഴും ഫൈൻ ഫോമിലാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ അടുത്തിടെയായിട്ട് വിരാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിരാടിന്റെ പീക്ക് ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ ആവറേജ് എന്ന് പറയുന്നത് 55 മുകളിലായിരുന്നു. എന്നാൽ ആ ഒരു കോവിഡ് ടൈം കഴിഞ്ഞിട്ട് പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിന് മുൻപുള്ള ആ ഒരു പീക്കിലുള്ള ആ ഒരു ലെവലിൽ കളിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വന്നപ്പോഴേക്കും 55 മുകളിലുണ്ടായിരുന്ന ശരാശരി 46.85 ആയിട്ട് കുറഞ്ഞു. ഇപ്പോഴും ഏകദിന ക്രിക്കറ്റിലും ഇപ്പോൾ IPL നോക്കിയാലും ഒക്കെ ഒരു സ്റ്റെല്ലാർ ഫോമിലുള്ള പ്ലെയർ ആണ്. പക്ഷേ റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ വിരാടിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫോം ഉണ്ടല്ലോ, അത് കാഴ്ചവെക്കാൻ ഈയിടെയായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ വിരാടിന്റെ ലാസ്റ്റ് ടെസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കെതിരെ പെർത്തിലായിരുന്നു. അതിന് മുൻപ് ഒരു സെഞ്ചുറി പിറന്നത് 2023 വിരാടിന്റെ പീക്ക് ടൈം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2016, 17, 18, 19 ആ 4 വർഷങ്ങളിൽ അനായാസം സെഞ്ചുറികളും ഡബിൾ സെഞ്ചുറികളും സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് വിരാട് കോഹ്ലി. ഇപ്പോൾ BCCIയുടെ ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രോഹിത് ശർമ്മ ടീമിൽ നിന്ന് വിരമിച്ചു, അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിനും ഇല്ല. ഇപ്പോൾ ഇംഗ്ലണ്ട് സീരീസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സീനിയർ പ്ലേയേഴ്സ് എന്ന് പറയാൻ കഴിയുന്നത് രവീന്ദ്ര ജഡേജയും ജസ്പ്രീത് ബുംറയും മാത്രമാണ്. പ്രത്യേകിച്ച് ഒരു ന്യൂ ക്യാപ്റ്റൻ വരുമ്പോൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു പ്രസൻസ് ടീമിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് BCCI കരുതുന്നത്. ഇനി വിരാടിന്റെ പേഴ്സണൽ റെക്കോർഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ തവണയും വിരാട് ഒരുപോലെ ഡോമിനേറ്റ് ചെയ്തൊരു സ്ഥലമല്ല ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. 2014 അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു വിരാട് കോഹ്ലിക്ക്. എന്നാൽ അതിൽ നിന്നൊക്കെ അടുത്തൊരു ടൂർ വന്നപ്പോഴേക്കും വിരാട് കോഹ്ലി അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് സ്കോററായി. ആ ഒരു സീസണിൽ 600-നടുത്ത് റൺസ് സ്കോർ ചെയ്യാൻ വിരാടിനായി. വിരാട് തന്നെയായിരുന്നു ആ ഒരു സീരീസിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. അത് കഴിഞ്ഞ് അടുത്ത തവണ വന്നപ്പോഴേക്കും വീണ്ടും ഒരു ഡിപ്പാണ് വിരാട് ഇംഗ്ലണ്ടിൽ നേരിട്ടത്. അപ്പോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 32 പോയിന്റ് ആ ഒരു ആവറേജിലാണ് വിരാട് ഇംഗ്ലണ്ടിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരാടിന്റെ എക്സ്പീരിയൻസ് ഇംഗ്ലണ്ടിൽ ഇന്ത്യയെ സഹായിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണ് BCCIയുടേത്. എങ്കിലും വിരാടിനെ കൺവിൻസ് ചെയ്യാൻ, അതായത് ഇനി വിരമിക്കാനായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വിരാടിനെ കൺവിൻസ് ചെയ്യാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ BCCI നിയോഗിച്ചിരിക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആരാണെന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് വിരാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് BCCI പ്രതീക്ഷിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫോമാറ്റ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ ഒരു രീതിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടി വോക്കലായിട്ടുള്ള, തന്റെ കരിയറിൽ ഉടനീളം വോക്കലായിട്ടുള്ള ഒരു പ്ലെയർ ആണ് വിരാട് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു തവണ കൂടി വിരാട് കോഹ്ലിയിൽ നിന്ന് ആ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക് ടോക്സ് വിത്ത് കിരൺ.